പരിപാടി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അസിസ്റ്റൻ്റ് എഡിറ്റർ രമ്യ ഞാൻ ക്ഷണിക്കുന്നു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ ഓഫീസർമാർക്കായി സംഘടിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമ സെമിനാറിൻ്റെ 2ാം ഘട്ടമാണ് ഇന്ന് എറണാകുളത്ത് നടക്കുന്നത്. ഇന്ന് ഈ സെമിനാറിൻ്റെ ഉദ്ഘാടനത്തിനും നമ്മെ ഓരോരുത്തരെയും നേരിൽ കാണുന്നതിനുമായി ഇവിടെ എത്തിയിരിക്കുന്നത് ആദരണീയനായ വകുപ്പ് ഡയറക്ടർ ശ്രീ TV സുഭാഷ് സാറാണ്. ഒരു ട്രെയിനിങ് കൊണ്ട് നമുക്കുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകം എന്താണ്, നമ്മൾ അത് അറിവ് നേടുന്നത് മാത്രമല്ല, നമ്മളൊരു എക്സർസൈസാണല്ലോ, ബ്രെയിനൊരു എക്സർസൈസാണ്, സ്റ്റിമുലേറ്റീവിലാണ്. അപ്പം അങ്ങനെ നമ്മളെ കൂടുതൽ ആക്റ്റീവാക്കും, ഡൈനാമിക് ക്രിയേറ്റീവ് ആക്കും. പക്ഷെ അതുപോലെ തന്നെയാണ് ട്രെയിനിങ് നമ്മളെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ കൂടുതൽ ഈസ് ഓഫ് ഡൂയിങ് അവർ ബിസിനസ് അല്ലേ, അതിന് സഹായിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ സോഷ്യൽ മീഡിയ വായിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അത് നിങ്ങൾ PRDയിലുള്ള എല്ലാവർക്കും വളരെ ആവശ്യമുള്ള കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ നമുക്കെല്ലാവർക്കും വ്യക്തിപരമായ ടൂൾസ് ഉണ്ടെങ്കിലും അതിനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് അപഗ്രഥനം നടത്തി നമുക്ക് ആവശ്യമുള്ള സംഗതികളെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യം ഇത് നടക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ഡ്യൂട്ടിയുടെ ഭാഗം എന്നുള്ള നിലയ്ക്കും വ്യക്തിപരമായൊരു PR പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്കും ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് ആസ്വദിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. ഇപ്പോൾ മീഡിയ അക്കാദമി സെക്രട്ടറി എന്നുള്ള നിലയിൽ PRDയുടെ അടുത്ത ഒരു പരിശീലന പരമ്പരയ്ക്ക് തന്നെ അനിലാണ് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങളുമായിട്ട് 2 വാക്ക് സംസാരിക്കാനായിട്ട് അനിലിനെ ക്ഷണിക്കുന്നു. നമ്മളിലൊക്കെ സവിശേഷമായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പോഴും നമ്മൾ സർക്കാർ സർവീസിൽ വന്നു എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ബ്ലോഗുകളെ അല്ലെങ്കിൽ ബ്ലോഗിങ്ങിനെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കാൻ കൺവെൻഷണൽ ടേംസിൽ അങ്ങനെ കരുതപ്പെടുന്നില്ലെങ്കിലും ബ്ലോഗിംഗ് ആണ് അതിൻ്റെ ഒരു തുടക്കം. വെബ്സൈറ്റുകളുടെ ഈ ഒരു വലിയ ബാഹുല്യത്തെ കാണിക്കാനാണിത്. അതായത് ആക്റ്റീവ് യൂസേഴ്സ്. അപ്പോൾ നമുക്കറിയാം വേർഡ് ഓഫ് മൗത്ത്, പണ്ട് ഈ ഇൻ്റർനെറ്റിനൊക്കെ മുമ്പ് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ വാക്കാൽ പറഞ്ഞുണ്ടാക്കുന്ന ഒരു തരം സിനിമയെ പറ്റിയായാലും ഇപ്പോൾ നമ്മൾ സിനിമ വരുമ്പോൾ സിനിമ റിവ്യൂവിന് നമ്മൾ ഏറ്റവും അധികം സിനിമ കാണാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സിനിമയ്ക്ക് പോകുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ വാക്കാൽ പറഞ്ഞിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ പുറത്തിരിക്കാം. നമുക്ക് ഒരു സർക്കാർ മിഷനറിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയല്ല ഒരിക്കലും എന്താ പറയുക വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത്. എങ്കിൽ പോലും ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ, അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണെന്നുള്ളത് പഠിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ട് ഈ പുസ്തകം കരുതപ്പെടുന്നുണ്ട്. ഇത്ര ബില്യൺ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുള്ളപ്പോൾ അതിനെ എങ്ങനെ നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള സംഭവമില്ല. അപ്പോൾ അതിനാണ് സോഷ്യൽ ലിസണിങ് എന്ന് തന്നെ അങ്ങനെ ഒരു സംഭവം തന്നെ, ഒരു സംജ്ഞ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ചില സോഷ്യൽ ലിസണിങ് സൈറ്റുകൾ സൗജന്യ സേവനം തരും.